ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ പൊരുത്തം ചോദിച്ചു കഴിഞ്ഞാൽ മുത്തുനബിയെ പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ശിർക്കാവുക? നമ്മൾ ചിന്തിച്ചു നോക്കിയേ. മുത്തുനബിയോട് നമ്മൾ എതിര് കാണിക്കുക പല വിഷയത്തിലും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന് മുഴുവനായിട്ട് നമ്മൾ എതിര് കാണിച്ചിട്ട് മുത്തുനബിയോട് പൊരുത്തം ചോദിക്കാതെ നമ്മൾ അഹങ്കാരത്തോടു കൂടി ജീവിച്ചു കഴിഞ്ഞാല് നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയേ. ചോദിച്ചു, ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞു. നിങ്ങൾ ചോദിച്ചല്ല, ഉസ്താദ് പറഞ്ഞു വിശുദ്ധ ഖുർആനോ ഹദീസിനോ എതിരായിട്ട് വല്ലതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൗലൂദ് ഒഴിവാക്കാം, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാം. അതൊന്നുമില്ല, ഇത് വളരെ ശുദ്ധമാണ്. അതിൽ ഒരുപാട് മദ്ഹകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള മദ്ഹ്. പക്ഷേ ബിദ്അത്തും അതെ പറയും. അപ്പോ നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു, ആവലാതി ബോധ്യപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ആ വരികൾ അർത്ഥം അങ്ങനെയല്ലേ? ശരി, ഒരു മിനിറ്റ്. നിങ്ങൾ ഓതിയത് ഹാഫിദുകളുണ്ടോ? അങ്ങനെ തന്നെയല്ലേ? ഹാഫിദ് ആലിംറാനാണ്, ബക്കറയല്ല. അതാണ് ഞാൻ ചോദിച്ചത്. ബക്കറയാണെന്നാണ് എൻ്റെ ഓർമ്മ. ശരിയല്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. ആയിക്കോട്ടെ, ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഏതായാലും നമ്മൾ ആയത്തെ ഞാൻ ഓതട്ടെ, ശരിയല്ലേ? ഖുർആൻ ആയതുകൊണ്ടേ ഒന്ന് ധൈര്യത്തിന് ചോദിച്ചത്. പിന്നെ അതിന്റെ അർത്ഥം എല്ലാ നിങ്ങൾ ചോദിച്ച് ഇർത്തക്ക് ബിത്തുവിന്റെ അർത്ഥം എന്താണ് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ ഓതി ആയത്തില്ലേ, അതിന്റെ അർത്ഥം എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് ഒന്ന് പറയല്ലേ? അതെ, ഒന്ന് പറയും. അല്ലാഹു അല്ലാതെ ആരും പൊറുക്കില്ല, ആരും ഇടയിൽ കയറുന്നു നിങ്ങൾക്ക് തോന്നുന്നത് വേറെ. ഞാൻ അവൻ മൂപ്പർ പറയുന്നവർ എന്ന് പറഞ്ഞാൽ മോൻക്ക് അറബിയോ ഇങ്ങനത്തെ സംഭവങ്ങളോ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. ഞാനിങ്ങനെ ചോദിച്ചത് അതിന്റെ ആശയം എന്താണ്? പാപം അല്ലാഹു അല്ലാതെ ആരും പൊറുക്കില്ല എന്നല്ലേ? അതെന്തിനാണ് വളഞ്ഞു തിരിഞ്ഞു മൂക്ക് പിടിക്കുന്നത്? വളഞ്ഞു തിരിഞ്ഞ് അല്ലാഹു അല്ലാതെ മറ്റാരെങ്കിലും പാപം പൊറുക്കുമോ? അവനല്ലാതെ വേറെ ആരെങ്കിലും ജീവിപ്പിക്കുമോ? അല്ലാഹു അല്ലാതെ മറ്റാരെങ്കിലും മരിപ്പിക്കുമോ? അവനല്ലാതെ വേറെ ആരെങ്കിലും ഭക്ഷണം തരുമോ? അവനല്ലാതെ മറ്റാരെങ്കിലും വെള്ളം തരുമോ എന്നൊക്കെ ചോദിച്ചാൽ അർത്ഥം എന്താണ്? അവനല്ലാതെ മറ്റാരും ഭക്ഷണം തരില്ല, അവനല്ലാതെ മറ്റൊരാൾക്കും വെള്ളം തരാൻ കഴിയില്ല, അവനല്ലാതെ വേറൊരാൾക്കും ജീവൻ നൽകാനോ മരിപ്പിക്കാനോ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ മാത്രമാണ് ഇലാഹ്. ഇവിടെ നടക്കുന്നതല്ല അവന്റെ കഴിവ് മാത്രമാണ്. ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ഇതാണ് സത്യം. ഹനീഫ പറയുന്നതിന് 1% ഞങ്ങളിൽ ഒരൊറ്റ കുട്ടി എതിരല്ല. അത് മനസ്സിലാക്കി തരാനാണ് ഞാൻ സംസാരിക്കുന്നത്. വെള്ളം തരുന്നതിന്റെ അല്ല ഇവിടെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചെയ്ത പാപങ്ങൾ നബിയെ താങ്കളോട് ആവലാതി ബോധ്യപ്പെടുത്തുന്നത്. ഹനീഫ പറഞ്ഞത് ഭക്ഷണം അല്ലാത്തവർക്കും തരാൻ പറ്റും. അങ്ങനെയാണോ ഉസ്താദ്? ദുനിയാവുപരമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ചോദിക്കുന്നത് ഹനീഫ പറഞ്ഞോണ്ടല്ലോ ഞാൻ ഭക്ഷണം അല്ലാത്തവർക്ക് തരാൻ പറ്റുമോ? നമ്മുടെ വിശ്വാസമാണ് ഹനീഫ ചോദിക്കുന്നത്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാനാണ് ഞാൻ ഇടപെടുന്നത്. ഭക്ഷണം അല്ലാഹു അല്ലാത്തവർക്ക് തരാൻ പറ്റുമോ ഹനീഫ? ഭക്ഷണം അല്ലാഹുവാണ് റിസ്ക് നൽകുന്നവൻ എന്ന് വിശുദ്ധ ഖുർആനിലും ഹദീസിലും എന്ന് കരുതി ഇവിടെ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് പടച്ചോൻ കൊടുക്കണമായിട്ടാണോ നിങ്ങൾ വാദിക്കണേ? അല്ലല്ലോ, മനുഷ്യർ തമ്മിൽ കൊടുക്കലും മകനുണ്ടാവും. ഒന്നും ചെയ്യേണ്ട, അനീഫിന് ഇടപെട്ടേ പറ്റൂ. ഇന്ന് അനീഫ മാറണം. ഇത് കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം വരെ മാറാന്ന് ഇങ്ങനെ വരട്ടി ഒരു കൊല്ലമായിട്ട് മാറി. ഇന്ന് മാറണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. അല്ലാഹു സത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹനീഫ ആ മൈക്ക് നോക്കിയാണ്, മൈക്ക് നോക്കി. കുറച്ച് കഴിഞ്ഞ് ഞാൻ മാപ്പ് ചോദിക്കും. 2 മിനിറ്റ് കേൾക്ക്. അല്ലാഹു അല്ലാതെ പാപം പൊറുക്കില്ല. അത് അല്ലാഹു അല്ലാതെ പാപം പൊറുക്കില്ല, ശരിയല്ലേ? അല്ലാഹു അല്ലാതെ ഹിദായത്ത് നൽകില്ല, ശരിയല്ലേ? അല്ലാഹു അല്ലാതെ ജീവൻ നൽകില്ല, ശരിയല്ലേ? അല്ലാഹു അല്ലാതെ ഭക്ഷണം തരില്ല, ശരിയല്ലേ? എല്ലാവർക്കും അങ്ങനെ അഭിപ്രായം, ശരിയല്ലേ? ചെറിയ കുട്ടികൾ, മദ്രസയിൽ നിന്ന് പോണ കുട്ടികൾ പഠിക്കണമെങ്കിൽ പറയണേ, ഇതൊരു മുഅ്മിനിന്റെ വിശ്വാസമാണ് ഹനീഫ. ഇത്ര ആലിമീങ്ങൾ എടുത്തു വന്നിട്ട് ഈ ചെറിയ ഈമാൻ കാര്യത്തിൽ പോലും ഒരു ഐഡിയ ഇല്ലാത്ത ഏതോ വഹാബികൾ എഴുതിയത് വായിച്ച് പറഞ്ഞത് കേട്ട് പെട്ടുപോയിട്ടുണ്ട് ഹനീഫ എന്നത് വിഷമത്തോടു കൂടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നത്, പാപം അല്ലാത്ത ഒരാൾ പൊറുക്കില്ല എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഹനീഫ തുറന്ന് പറഞ്ഞോ, അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് പാപം പൊറുക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറക്കെ പറഞ്ഞോ. ഹനീഫക്ക് എന്താ ഒരു പേടി പറയാൻ? ധൈര്യമായിട്ട് പറഞ്ഞൂടെ?
അള്ളാഹു അല്ലാത്ത ഒരാൾ പാപം പൊറുക്കില്ല. അത് മറച്ചു വെക്കണ്ട, ഉറക്കനെ പറഞ്ഞോ. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മൾ അള്ളാഹു അല്ലാത്ത ഒരാളോട് വിഷമമായി പോയെങ്കിൽ പൊറുക്കണം എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല. അത് അള്ളാഹുവിനോട് നമ്മൾ തേടുന്ന അള്ളാഹു ദൈവമാണ്, ദിവ്യത്വം വെച്ചു കൊടുത്തുകൊണ്ട് എല്ലാം അവനിൽ നിന്നുള്ളതാണ്. മുത്തുനബിയെ പറഞ്ഞയച്ചതും അള്ളാഹുവാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നമുക്കെന്തെങ്കിലും ഒരു വിഷമുണ്ടായി, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, കാക്കണേ അല്ലാ. ആർക്കോ അങ്ങനെ സംഭവിച്ചാൽ, ആ സംഭവിച്ച ആൾ മുത്തുനബിയോട് പറയണ്ടേ? ഞാൻ നേരത്തെ ഹനീഫാനോട് ചൂടായല്ലോ എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിലാക്കാൻ വേണ്ടി, എന്നിട്ട് ഞാൻ ഹനീഫാനോട് പറഞ്ഞല്ലോ പൊരുത്തപ്പെടണം, വിഷമം തോന്നരുത്. ഹനീഫ പോയി പണി വെക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾ പൊരുത്തപ്പെടണം തന്നെ വേറെ ആളോട് പൊരുത്തപ്പെടാൻ പറയാൻ പറ്റുമോ? ഹനീഫയോട് വിഷമം ചെയ്താൽ ഹനീഫനോടല്ലേ പാപ്പ പറയേണ്ടത്? ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ നമ്മളെ സ്നേഹിച്ച ആ നേതാവ് പറഞ്ഞതിനെതിരിൽ നമ്മളിൽ വല്ല തെറ്റും വന്നാൽ ഇങ്ങനെ ചെയ്യുമോനെ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ചെയ്തില്ല. വലൗ അന്നഹും ഇദ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. മുഅ്മിനീങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു, അവർ മുത്തുനബിയിലേക്ക് വന്നു. വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് പാപം സംഭവിച്ചപ്പോൾ അവർ അങ്ങയെ കൊള്ള വരികയാണ്, എന്നിട്ട് അങ്ങ് പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. അവർ അങ്ങയോട് വന്ന് വേവലാതി പറയുന്നു. അങ്ങനെയായാൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പൊ നമ്മളൊരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ മുത്തുനബിയെ കൊള്ള പോകണമെന്ന് വിശുദ്ധ ഖുർആൻ. ജാഊക, അതാണ് പൊന്നാനിയിലെ നമ്മളെല്ലാം. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദത് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. നമ്മുടെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഇഷ്കായ, നമ്മുടെ ഖൽബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹുവിനോട്. അപ്പോൾ അള്ളാഹുവിനോട് തെറ്റ് ചെയ്യല്ലേ എന്ന് ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ സാഹചര്യം മൂലം നമ്മൾ കുറെ തെറ്റുകൾ ചെയ്തു പോയി നബിയെ. ഒന്ന് അള്ളാഹിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ ആത്മാർത്ഥമായി ഇഷ്ക വെക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.